നമസ്കാരം. നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ PS മേനോനാണ്. ഒരു ഫിനാൻഷ്യൽ അനലിസ്റ്റാണ്, കൺസൾട്ടൻ്റാണ്, ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. സ്വർണ്ണവില കുതിച്ചു വരുന്ന സാഹചര്യത്തിൽ എല്ലാവർക്കും ഒരു ടെൻഷനായിട്ടുണ്ട്. ഇതൊരു അസറ്റായിട്ട് നമുക്ക് മേടിച്ച് വയ്ക്കണോ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സ്വർണ്ണങ്ങൾ വിൽക്കണോ എന്നൊക്കെ എല്ലാവർക്കും സംശയമായിട്ടുണ്ട്. എന്താണ് താങ്കളുടെ അഭിപ്രായം? സ്വർണം എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ എല്ലാവർക്കും പ്രിയമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ മറ്റേ ഹിസ്റ്ററി വെച്ച് നോക്കുകയാണെങ്കിൽ മായാസ്, ഇൻകാസ്, നമ്മുടെ ഇൻഡസ് റിവർ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, ആ കാലം തൊട്ട് ഗോൾഡ് ഒരു വലിയ താല്പര്യമുള്ള ഒരു വസ്തുവായിട്ടാണ് ആൾക്കാർ എടുക്കുന്നത്. പക്ഷേ ഇൻ റിയാലിറ്റി ഗോൾഡിന് പ്രത്യേകിച്ച് വാല്യൂ ഒന്നുമില്ല. കാരണം ഇൻഡസ്ട്രിയൽ യൂസ് ഇല്ല, ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം പണ്ട് ഇട്ടായിരുന്നാണ്. ഈ കാലത്ത് കുട്ടികൾ ആരും ഇടുന്നില്ല. എന്നാലും ശരി, വെൻ ദർ ഇസ് എ ഡൗട്ട് റിഗാർഡിംഗ് ദ ഫിനാൻഷ്യൽ സിസ്റ്റം, ആ സമയത്ത് ഗോൾഡിനോട് താല്പര്യം കൂടും. ഇപ്പോൾ ഗോൾഡ് എന്തുകൊണ്ടാണ് കുതിച്ച് കയറണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ചില കാരണങ്ങളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ 1944 ബ്രെറ്റൻ വുഡ്സ് എന്ന് പറഞ്ഞ സ്ഥലത്തൊരു 44 കൺട്രീസിൻ്റെ ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു. അന്ന് അവർ ഡിസൈഡഡ് ഓൺ വാട്ട് ഇസ് കോൾഡ് എ ബ്രെറ്റൻ വുഡ് സിസ്റ്റം. അത് 44 എന്ന് പറയുമ്പോൾ 2 വേൾഡ് വാർ ഏകദേശം കഴിഞ്ഞ സമയമാണ് ഈ പറഞ്ഞത്. അതുവരെയും പൗണ്ട്, UK-യുടെ, അതായത് ബ്രിട്ടൻ്റെ പൗണ്ട് സ്റ്റേർലിംഗ് ആയിരുന്നു ലോകത്തിലെ ഡീഫോൾട്ട് കറൻസി. ഈ ബ്രെട്ടൻ വുഡ് സിസ്റ്റത്തിൽ തീരുമാനിച്ചത് അത് മാറ്റണം. കാരണം 2 വേൾഡ് വാർ കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറയുക, അതിൻ്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു, അവർക്ക് പവർ കുറഞ്ഞു. അത് ഗ്രേറ്റ് ബ്രിട്ടൻ എന്നുള്ളത് മാറി ചെറിയൊരു രാജ്യമായി മാറി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരു ലോകത്തിൻ്റെ കച്ചവടം കൈമാറാൻ വേണ്ടിയിട്ട് പറ്റിയൊരു കറൻസി അല്ല എന്നുള്ളത് തോന്നിക്കൊണ്ട് US കറൻസി, മറ്റേത് US ഡോളറാണ് തീരുമാനിച്ചത്. ഓൺ USA-യുടെ പാർട്ട് എന്ത് പറ്റി, അവർ ഫോളോഡ് എ സിസ്റ്റം വേർ ദേ സെഡ് ഇഫ് യു ഗിവ് $35 we will give you 1 ounce of gold and by default that is called the gold standard. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഗോൾഡിൻ്റെ ബാക്കിംഗ് ഉണ്ടെങ്കിൽ ഇവർ പ്രിന്റ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ പ്രിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്പേഴ്സ് എപ്പോഴും ക്രമീകരിച്ചിട്ടേ വരുള്ളൂ, ഡോളറിൻ്റെ. അപ്പോൾ ഇറ്റ് ഇസ് എ ഗുഡ് തിങ് ടു ബി ട്രേഡിങ് എന്നുള്ള രീതിയിലൊക്കെ ചെയ്തു. ഒരു സംശയം ചോദിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് USA-യുടെ കറൻസി അവർ സെലക്ട് ചെയ്തു? വേണ്ടെന്ന് വെച്ചാൽ അല്ല, അതിൻ്റെ 2 കാരണമുണ്ട്. 2 വേൾഡ് വാറിൻ്റെ മെയിൻ എന്താ പറയുക നടപടി കൊണ്ടത്, ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് ബ്രിട്ടനാണ്. സോ അവരുടെ ഫോറിൻ എന്താ പറയുക, അവരുടെ സ്ട്രെങ്ത് ഒക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ അതിനടുപ്പിച്ചിട്ടാണ് പല രാജ്യങ്ങൾ അവർ കോളനൈസ് ചെയ്തത്, സ്വാതന്ത്ര്യമൊക്കെ മേടിച്ചു. ലൈക്ക് ഇന്ത്യ കെയിം 47. സോ അതിൻ്റെയൊക്കെ മൂവ്മെൻറ്റ്സ് ഒക്കെ നടക്കണമെന്ന് കണ്ടപ്പോൾ ആൾക്കാർക്ക് തോന്നി ബ്രിട്ടനിലെ കറൻസി കൊണ്ട് മുന്നോട്ട് പോയാൽ ശരിയാവില്ല. സോ ദേ വർ ലുക്കിംഗ് ഫോർ എൻ ഓൾട്ടർനേറ്റീവ് കണ്ടപ്പോൾ USA ഒരു പുതിയ രാജ്യമാണ് കമ്പാരിറ്റീവ്ലി. ഇല്ല, പക്ഷെ റഷ്യയിലെ പോലെയുള്ള അക്സെപ്റ്റൻസ് USA-യിലുള്ള അക്സെപ്റ്റൻസ് റഷ്യക്കോ ചൈനയ്ക്കൊന്നും ഇല്ല ആ കാലത്ത്. ചൈന ഇൻഫാക്ട് വാസ് എ വെരി സ്മോൾ എക്കോണമി അറ്റ് ദാറ്റ് ടൈം. അവർ ഈ കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളൊക്കെ അടുത്താണ് പെട്ടെന്ന് കയറി വന്നത്, കഴിഞ്ഞ 30 കൊല്ലം 35 കൊല്ലമായിട്ട്. വി ആർ ടോക്കിംഗ് 1944. സോ അറ്റ് ദാറ്റ് ടൈം obvious choice was USA, and USA on its part agreed that we will do, നമ്മൾ ആക്കിക്കോളും. അതിൻ്റെ കൂടെ നമ്മളൊരു വാഗ്ദാനം തരുന്നത് $35 തരികയാണെങ്കിൽ അതിന് എപ്പോൾ നിങ്ങൾ ഒന്ന് ചോദിച്ചാലും ഞങ്ങളൊരു $35 1 ounce ഓഫ് ഗോൾഡ് തരാം എന്നുള്ളൊരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഇഫ് യു ആർ എ പേഴ്സൺ ഹൂസ് ഹോൾഡിംഗ് $35, you can present it to the Federal Reserve of USA and collect 1 ounce of gold. ഇതായിരുന്നു പണ്ടത്തെ അഗ്രിമെന്റ്. അപ്പോൾ എവറി കൺട്രി, ദാറ്റ് ഇസ് 44 കൺട്രീസ്, എല്ലാവരും നല്ല ഹാപ്പിയായി. കാരണം നോട്ട് ഓൺലി ഇസ് ദിസ് എ കറൻസി വിച്ച് വി കൻ യൂസ് ഫോർ ട്രേഡ്, അത് കൂടാതെ എപ്പോൾ വേണമെങ്കിലും നമുക്കത് ഗോൾഡായിട്ട് കൺവേർട്ട് ചെയ്യാം. ഒരു വാഗ്ദാനത്തിൻ്റെ പുറമേ ഉണ്ടായി. പക്ഷെ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനുശേഷം 1970 നിക്സൺ എന്ന് പറഞ്ഞ വ്യക്തി USA-യിലെ പ്രസിഡൻ്റായി. അദ്ദേഹം 1971 വന്നു അനൗൺസ് ചെയ്തത്, ഇനി മേലാൽ ഗോൾഡ് തരില്ല. അതായത് നിങ്ങൾ $35 കൊണ്ട് തന്നാൽ നമ്മൾ ഗോൾഡ് തരാനില്ല. കാരണം ട്രേഡ് അത്രയും വർദ്ധിച്ചു. ദിസ് വാസ് എ ഡേഞ്ചറസ് സ്റ്റേറ്റ്മെന്റ്. ബട്ട് അവർ അങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തു. സോ ദ പ്രോബ്ലം വിത്ത് ദാറ്റ് വാസ്, അതിന് നൺ ഓഫ് ദി കൺട്രീസ് ഒബ്ജക്റ്റഡ്. അതായത് ഇതിന് ഒറിജിനലി ഓക്കെ എന്ന് പറഞ്ഞാൽ യാതൊരു കൺട്രി ഒബ്ജക്റ്റ് ചെയ്ത് ശരിയാവില്ല, അങ്ങനെയാണെങ്കിൽ പറ്റില്ല എന്നൊന്നും പറഞ്ഞില്ല. അപ്പോഴത്തേക്ക് അവർ യൂസ്ഡായി ഡോളറായിട്ട് ഉള്ള കച്ചവടത്തിൽ. സോ ദേ സെഡ് ഓക്കെ. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് ഉണ്ടായത് എന്താ വെച്ചാൽ, ദ റൈറ്റ് ടു പ്രിന്റ് ഡോളേഴ്സ് ഇസ് ഗിവൺ ടു ഫെഡറൽ റിസർവ്. നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ പോലെ ഫെഡറൽ റിസർവ് എന്ന് പറയുന്നത്
USA സെൻട്രൽ ബാങ്കാണ്. അവർക്ക് ഡോളർ പ്രിന്റ് ചെയ്യാം, പക്ഷെ ലയബിലിറ്റി ഒന്നുമില്ല. അപ്പോൾ വാട്ട് ഹാസ് ഹാപ്പൻ സിൻസ് ദെൻ, USA ബിക്കെയിം ദ ഗോൾഡൻ കൺട്രി. ആർക്ക് അവിടെ ചെന്നാലും എന്ത് വേണമെങ്കിലും ചെയ്യാം, ധാരാളം കാശ് കിട്ടും, ചോദിക്കണേക്കാളും കൂടുതൽ കാശ് കിട്ടും. കാരണം എന്താ ആവശ്യമുണ്ടെങ്കിൽ പ്രിന്റ് ചെയ്താൽ മതി. അപ്പോൾ ഉണ്ടായ സംഭവം എന്താ വെച്ചാൽ, ഇവർ ഈ പ്രിന്റിങ്ങിൻ്റെ കൂടെ കടപ്പത്രം, അതായത് ബോണ്ടുകൾ ഇറക്കാൻ തുടങ്ങി. കാരണം ഈ ലയബിലിറ്റി ആണല്ലോ ഈ പ്രിന്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ബോണ്ടുകൾ ഇറക്കുന്നതിൻ്റെ കൂടെ, അപ്പോൾ ഈ USA ഇറക്കിയ ബോണ്ട് എന്ന് പറയുന്നത് ഒരു കടപ്പത്രമാണ്. അതായത് USA കടം മേടിക്കുന്നു, ആൻഡ് ബാക്കിയുള്ളവർ അതൊരു അസറ്റായിട്ട്, അതായത് ഒരു ആസ്തിയായിട്ട് അവർ കണക്കാക്കുന്നു. USA കടപ്പത്രം എന്തുകൊണ്ടാണ് വാല്യുബിൾ? ഇറ്റ്സ് എ സോവറിൻ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൺട്രിയിലത്തെ നിലനിൽപ്പ് അനുസരിച്ചിരിക്കും ഇതിൻ്റെ മൂല്യം വരുന്നത്. സോ ഇറ്റ് വാസ് കൺസിഡർഡ് ടു ബി ദ മോസ്റ്റ് ലിക്വിഡ്, ഈസിലി സെയിലബിൾ. എപ്പോൾ വേണമെങ്കിലും അത് മാറ്റാം, അത് കാശാക്കാം, തിരിച്ചും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ആൻഡ് ബോണ്ട് എപ്പോഴും ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി ഇതാണ്. അതായത് മണി സർക്കുലേഷൻ കുറയ്ക്കണമെങ്കിൽ അവർ ബോണ്ട് കൂടുതൽ ഇഷ്യൂ ചെയ്യും, മണി സർക്കുലേഷൻ കൂട്ടണമെങ്കിൽ അവർ ബോണ്ട് മേടിക്കും. ഇങ്ങനെയാണ് യൂഷ്വലി ഇൻഫ്ലേഷനൊക്കെ, പണപ്പെരുപ്പൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു എക്കണോമിക് മെത്തേഡാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇതൊരു വഴിയായി മാറി. അതായത് എന്തും കാണിക്കാം എന്നുള്ളൊരു മട്ടിലേക്ക് പോയിട്ട് ജോർജ് ബുഷ് ഈ ഹാഡ് എന്താ പറയുക പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ്, പബ്ലിക് ടോക്ക് അല്ലെങ്കിൽ ഡിബേറ്റ് വിത്ത് ഒബാമ. അതായത് ഒബാമ കയറി വരാൻ ഉള്ള സമയത്ത് അവർ തമ്മിലൊരു ഡിബേറ്റ്, അവർക്ക് പബ്ലിക് ഡിബേറ്റ് ഉള്ളതാണ്. ആ ഡിബേറ്റിൽ എന്താണ് പറഞ്ഞത്? ഒബാമ ജോർജ് ബുഷിനെ കളിയാക്കി. പറഞ്ഞത് എന്താ വെച്ചാൽ, നിങ്ങൾ 2 ടേം ഭരിച്ചതാണ്. 2 ടേമിൽ ഭരിച്ചപ്പോൾ $4 ട്രില്യൺ, 1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 1000 ബില്യൺ, 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 1000 മില്യൺ, 1 മില്യൺ എന്ന് പറഞ്ഞാൽ ദശലക്ഷം. അങ്ങനെ $4 ട്രില്യൺ കടപ്പത്രം നിങ്ങൾ ഇഷ്യൂ നിങ്ങളുടെ സമയത്ത്, അതായിരുന്നു നമ്മുടെ കടം. പക്ഷേ നിങ്ങൾ 2 ടേം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് 8 ട്രില്യണായി. എന്തിട്ട് ഭരണമാണെന്നുള്ള രീതിയിലാണ് അദ്ദേഹം ചോദിച്ചത്. പക്ഷെ ഒബാമ ഭരിക്കാൻ കയറിയപ്പോൾ 8 ട്രില്യൺ എന്ന് പറഞ്ഞ സാധനം അദ്ദേഹം 2 ടേം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും 17 ട്രില്യൺ. ആ 17 ട്രില്യൺ ഇന്ന്, അതായത് അത് കഴിഞ്ഞിട്ട് ട്രംപ് വന്നു, പിന്നെ ബൈഡൻ വന്നു, ഇപ്പോൾ വീണ്ടും ട്രംപ് വന്നു. ട്രംപിന്റെ ഈ തുടക്കം സ്റ്റേജിൽ അത് $37.4 ട്രില്യൺ കടമാണ്. സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ചോദിക്കുകയാണ്, ഇതൊന്ന് വിശദീകരിക്കാമോ? ഇതിന്റെ കടപ്പത്രം എങ്ങനെയാണ് കൂടുതലാരാണ് മേടിക്കുന്നത്, മേടിച്ച ആൾക്കാർക്ക് ഒരു പൈസ കൊടുക്കുന്നു, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അത് ചെയ്യാം. യൂഷ്വലി വേൾഡിൽ ഒരു കാര്യമുള്ളത് എന്താ വെച്ചാൽ, ഈ ഡോളറാണ് കച്ചവടത്തിന്റെ ഒരു മീഡിയം എന്ന് പറയാം. അപ്പോൾ അതിന് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ 1 കോടി ബാരൽ ഓഫ് ഓയിൽ മേടിക്കണം. സപ്പോസ് $100 അതിൻ്റെ വില എന്നാണെങ്കിൽ ഒരു ബാരലിന് 100 കോടി ഡോളർ കാണും. ഈ $100 കോടി ഇന്ത്യൻ റുപ്പീസ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽക്കണ ആൾക്കാർക്ക് താല്പര്യമില്ല. കാരണം അവർക്കത് മറിച്ച് ഇന്ത്യൻ റുപ്പീസായിട്ട് വിൽക്കാനോ മേടിക്കാൻ ആളില്ല. നേരെ മറിച്ച് ഡോളർ ആണെങ്കിൽ ഫ്രീലി കൺവേർട്ടബിൾ ആണ്, വേറെ ഏത് കറൻസിയിലേക്ക് മാറ്റാം, തിരിച്ചെടുക്കാം. അതുകൊണ്ടാണ് ഈ ഡിമാൻഡ് വരുന്നത്. നൗ വാട്ട് USA വാസ് ഡൂയിങ് വാസ്, ഇതിൻ്റെ ഇടയിൽ അവരുടെ സ്വന്തം ആവശ്യത്തിന് അവർ ഡോളർ പ്രിന്റ് ചെയ്യുക, അത് നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഇവർ ഈ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുക. ബോണ്ടുകൾ ആരാ മേടിക്കുന്ന? രാജ്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണം പറയണമെങ്കിൽ, ടു പുട്ട് തിങ്സ് ഇൻ പെർസ്പെക്റ്റീവ്, ഇന്ത്യ വളരെയധികം അഭിമാനിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ കയ്യിൽ ഇന്ന് $700 ബില്യൺ അസറ്റ്സ്, ഫോറിൻ എക്സ്ചേഞ്ച് അസറ്റ് ഉണ്ട്. അത് ഭൂരിപക്ഷം ഈ ഡോളർ അസറ്റ്സ് ആണ്, $700 ബില്യൺ. പക്ഷെ അത് ട്രില്യണിൽ പറയണമെങ്കിൽ അത് 0.7 ട്രില്യനേ ഉള്ളൂ. വേറെ ഇവരുടെ കടം എത്രയാണ്? 37.4 ട്രില്യൺ. അത്രയും വലിയ ഭീമമായിട്ടുള്ളൊരു തുകയായിട്ട് മാറിയിരിക്കുകയാണ്. ആൻഡ് ഇത് പറയുന്നതിൻ്റെ ഇടയിൽ നമ്മളെപ്പോഴും പറയാം, കടം എടുത്തേക്കുന്ന എൻ്റെ ആസ്തിയെക്കാട്ടും കൂടുതലാണെങ്കിൽ എന്താകും? അപ്പോൾ ആസ്തി മെഷർ ചെയ്യണതോ അല്ലെങ്കിൽ വരവ് മെഷർ ചെയ്യുന്ന ഒരു മെട്രിക്സ് ആണ് GDP എന്ന് പറയും, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ആ GDP ഇന്ന് എൻ്റെ അറിവ് പ്രകാരം 24-25 ട്രില്യനേ ഉള്ളൂ. അതിനേക്കാട്ടിലും കൂടുതൽ കടമായി കഴിഞ്ഞു USA. നമ്മൾ ഇപ്പോൾ ഭയങ്കര എന്താ പറയുക, സൈസ് വൈസ് ഒന്നാമതാണ്. പക്ഷെ ചെയ്യുന്നത് എന്താ, നമുക്കിപ്പോൾ ആവശ്യമില്ലാത്ത ഇതിലും ഏത് വേണമെങ്കിലും കാശ് പ്രിന്റ് ചെയ്യാമെന്നുള്ളൊരു ഇതുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ നമുക്ക് ചിലവാക്കുകയും ചെയ്യാം. അത് പണ്ടത്തെ ഒരു കണക്കാണ്.
അമേരിക്കാസ് മോസ്റ്റ് ഇൻഡറ്റഡ് എന്ന് അന്ന് പറഞ്ഞു. അന്ന് 24-25 ട്രില്യൺ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 37 അപ്പോൾ അവർ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നോട്ടടിച്ച് അല്ലെങ്കിൽ ഈ ബോണ്ട് ഇഷ്യൂ ഇന്ത്യയുടെ ഇപ്പോൾ ഇന്ത്യയുടെ ഈ എന്താ പറയുക കടം ടു GDP റേഷ്യോ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 70-80% ലോ. വേറെ ഇവര് 130-140% ആയി കഴിഞ്ഞു, കടക്കെണിയിൽ പെട്ട് കഴിഞ്ഞു. ഇവർ ഒരു മെത്തേഡ് ഉപയോഗിച്ചിരുന്നതെന്ന് വെച്ചാൽ ഈ കടത്തിന്റെ പലിശ വെർച്വലി 0ന്റെ അടുത്ത് കൊണ്ടുവച്ചു. അപ്പോൾ കടക്കെണി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, നമ്മൾ പലിശ കൂടുതൽ കൊടുത്ത് അതിന് പലിശ വേറെ കൊടുത്ത് നമ്മൾ പെട്ടുപോകുന്നതിനാണ് കടക്കെണി എന്ന് പറയുന്നത്. പക്ഷെ ഇവരെന്ത് ചെയ്തു, അറിഞ്ഞുകൊണ്ട് തന്നെ ആ പലിശയുടെ നിരക്ക് കുറച്ച് സീറോന്റെ അടുത്തായിരുന്നു പലിശ. പക്ഷെ എന്ത് പറ്റും, ഇതേമാതിരി തോന്നിയ മാതിരി ഇമ്പോർട്ട്സ് ഒക്കെ ചെയ്യാന്നുള്ളൊരു ലെവൽ വരുമ്പോൾ അവിടെ ഇൻഫ്ലേഷൻ ഒരു പരിധി വിട്ടുകഴിഞ്ഞാൽ കൂടും. അതിനുണ്ടായിക്കണേ ഇൻഫ്ലേഷൻ കൂടിയപ്പോൾ ഈ 0.25% പെർ ആനം എന്നുള്ളത് മാറിയിട്ട് അത് 5.25 കയറി. ഇപ്പോൾ റീസെൻ്റ്ലി ഒന്ന് കുറച്ചു എന്ന് പറഞ്ഞാൽ 4.75. അതൊരു ഓപ്റ്റിക്കൽ ഇല്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴുള്ള പ്രോബ്ലം എന്താ വെച്ചാൽ, ഇപ്പോഴത്തെ നിലപാടിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു കൊല്ലത്തിനകം 9 മാസം എന്ന് പറയുന്നു $1 ട്രില്യൺ ലയബിലിറ്റി കൂടുകയാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ വേറെ ന്യൂസ് നമുക്ക് പ്രൈവറ്റായിട്ട് കിട്ടിക്കണമെന്ന് വെച്ചാൽ വാൾമാർട്ടും ടാർഗറ്റ് എന്നൊക്കെ പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഏകദേശം ഒരു 30-40% വിലകൾ ഓൾറെഡി കൂടി ഈ ടാരിഫിൻ്റെ പ്രശ്നം കാരണം. അപ്പോൾ എൻ്റെ പണ്ടത്തെ ഒരു പ്രചരണം എന്താ വെച്ചാൽ ഒരു 10 കൊല്ലം എടുക്കും ഇതൊക്കെ കൂടി വീഴാൻ, പ്രശ്നങ്ങളാകാൻ. പക്ഷേ ഇപ്പോൾ ട്രംപിൻ്റെ പുതിയ പോളിസീസ് കാരണം ഇറ്റ് ലുക്സ് ലൈക്ക് ഇറ്റ് വിൽ ഹാപ്പൻ മച്ച് ഫാസ്റ്റർ. അതായത് ദെൻ വാട്ട് ക്യാൻ ഹാപ്പൻ ഇസ് എ സിവിയർ ഡാമേജ് ക്യാൻ ഹാപ്പൻ ടു ദി എക്കോണമി ഓഫ് USA. നമ്മൾ കാണുന്ന ഭയങ്കര ഒരു റോഡുകളിലൊക്കെ സ്വർണം പൂശിക്കുന്ന റോഡാണെന്നൊരു ധാരണയില്ല, അതൊക്കെ മാറും. അത് മാറുമെന്ന് പറയുന്നതിൻ്റെ കുഴപ്പം എന്താ വെച്ചാൽ, നമ്മൾ ഒരുപാട് ഇന്ത്യൻസ് USA പോയി താമസിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട് എന്നൊക്കെ പറയുന്നു. പക്ഷെ വരാൻ പോകുന്ന കാലത്തിൽ ഈ പ്രശ്നം കാരണം അവർ ചിലപ്പോൾ നാട് വിടേണ്ട ഒരവസ്ഥ വരും. നാട് വിടേണ്ട അവസ്ഥ വന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ വസ്തുവൊക്കെ ഇല്ലെങ്കിൽ രക്ഷയില്ല. കാരണം അവർക്കൊന്ന് താമസിക്കാനുള്ള സ്ഥലം വേണമല്ലോ. ഇതാണ് എൻ്റെ ഇതായിരുന്നത്. പക്ഷേ ഇത് സ്പീഡ് കൂടിപ്പോയി. നമ്മളൊരു 10 കൊല്ലെങ്കിലും എടുക്കുമെന്ന് വിചാരിച്ച സാധനം ഇപ്പോൾ പെട്ടെന്ന് നടക്കുന്നു. പിന്നെ ഈ കമ്മിങ് ബാക്ക് ടു യുവർ ഒറിജിനൽ ക്വസ്റ്റ്യൻ, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഈ ഇടയ്ക്ക് എവിടെ വായിക്കേണ്ടത് 8 ടൺ ഗോൾഡ് റിസർവ് അമേരിക്കയ്ക്ക് ഉണ്ട്. 8,000 ടൺ ഗോൾഡ് റിസർവ് ഉണ്ട്. അപ്പം പാനിക് ലോകരാഷ്ട്രങ്ങൾ പറയുന്ന പോലത്തെ ഒരു പാനിക്കിലേക്കൊന്നും അവരെത്തുകയില്ല, അവർ സോൾഡ് ആണ്, സ്റ്റേബിൾ ആണെന്നൊക്കെ വായിക്കില്ല. അതിൽ കാര്യമൊന്നുമില്ല. എന്താ കാരണം വെച്ചാൽ ഒറിജിനലി ഫോർട്ട് നോക്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗോൾഡ് ആയിരുന്നു ഈ 8,000 ടൺ. അത് നമ്മുടെ ഒറിജിനൽ സ്കീം ഓഫ് തിങ്സിൽ $35 ഒരു ഔൺസ് ഗോൾഡ് തരാമെന്ന് വേണ്ടിയിട്ട് അതിന് ശേഖരിച്ച് വെച്ചിരുന്ന ഗോൾഡാണ് ഈ പറയുന്നത്. ഇന്ന് റീസെൻ്റ്ലി ഉണ്ടായിരിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഈ ഗോൾഡിൻ്റെ വില $4,000 മുകളിലേക്ക് പോയിക്കുകയാണ്. ഓക്കെ, $4,000 മുകളിലേക്ക് പോയി എന്ന് പറയുമ്പോൾ എന്താ എൻ്റെ അർത്ഥം? എൻ്റെ അർത്ഥം $35 വില വെച്ചിരുന്ന സാധനം ഇന്ന് 4,000 ആയി. അപ്പോൾ ഈ ഗവൺമെൻറ് ഒരു ചിന്ത വന്നിരിക്കുന്നത്, എന്തുകൊണ്ട് നമുക്ക് ഗോൾഡിനെ റീവാല്യൂ ചെയ്യാം. ഞാൻ പണ്ടത്തെ വിലയിൽ വെച്ചേക്കുന്ന ഗോൾഡിനെ ഒരു പുതിയ വാല്യൂവിൽ റീവാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അത്രയും ആസ്തിയായില്ല ഈ കടത്തിൻ്റെ പുറകിൽ ഒരു ധനം ഉണ്ടാവും എന്നുള്ളൊരു കണക്കിൽ. അതുകൊണ്ടാണ് ഈ ഗോൾഡിൻ്റെ വില കയറുന്നത്. ഞാൻ കേട്ടത് പ്രകാരം ചിലർ സ്പെക്കുലേറ്റ് ചെയ്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന $4,000 ആയിരിക്കില്ല. ഇറ്റ് മേ ബി വാല്യൂഡ് ഈവൻ ആസ് ഹൈ ആസ് $10,000 to $20,000 per ounce of gold. അഡ്വാൻറ്റേജ് എന്ന് പറയാൻ പറ്റില്ല. എന്താ കാരണം വെച്ചാൽ ഇപ്പോൾ ഗോൾഡിൻ്റെ വില എക്സ് എന്നാന്ന് വെക്കാം, എക്സിനെക്കാട്ടിലും 2x 3x ഞാൻ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് കറൻസിയുടെ വാല്യൂ താഴെ ഇറ്റ് ഷുഡ് മാച്ച് ദി റിയൽ ഓൾമോസ്റ്റ് ദി റിയൽ പ്രൈസ്. കുറച്ചൊക്കെ കൂട്ടാം. അപ്പോൾ ഇതൊരു ബന്ധമില്ലാത്ത രീതിയിൽ വെറുതെ കൂട്ടി വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ വില കൂടും, പക്ഷേ ഡോളറിൻ്റെ വില താഴും. അപ്പോൾ ദ റിയൽ ഡേഞ്ചർ ഇസ് എ ഡീവാല്യുവേഷൻ ഓഫ് ദി ഡോളർ ബിക്കോസ് ഓഫ് ഇൻക്രീസ് ഓഫ് പ്രൈസ് ഇൻ ഗോൾഡ്. സ്പെക്കുലേഷന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലും മറ്റു രാജ്യങ്ങളിലും ഗോൾഡിന്റെ വില കൂടുന്നത് എന്ന് പറഞ്ഞു. ബിക്കോസ് ആൾക്കാർക്ക് ഇത് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ല ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇത് കൂടുതൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഡോളറിന്റെ വില ഇടിയും എന്നുള്ള കാര്യം ആർക്കും ചിന്തിച്ചിട്ടില്ല. പക്ഷെ അതിന്റെ എഫക്റ്റ് ഉണ്ടാവുന്ന ലോകമെമ്പാടും കാര്യമായിട്ടുള്ളൊരു തകർച്ച വരാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന്. രണ്ടാമത്, ഈ ട്രംപ് എന്ന് പറഞ്ഞ വ്യക്തി പ്രസിഡന്റാണ്, ബുദ്ധിശാലിയാണ്. എല്ലാവരും മണ്ടനാണെന്ന് പറയുന്നതൊക്കെ വെറുതെയാണ്. ബുദ്ധിശാലിയാണ്.
അപ്പോൾ ഹി ഹാസ് ഗോട്ട് അഡ്വൈസ് ദാറ്റ് ഈ $37.4 ട്രില്യൺ കടം ഒരു കാരണവശാലും സാധാരണ രീതിയിൽ തീർക്കാൻ പറ്റില്ല. അപ്പോൾ അവർ പുതിയ പദ്ധതി കണ്ടുപിടിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ ഈ പുതിയ ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞ സാധനം ഇറക്കിയിട്ട് അതൊരു സോഫ്റ്റ്വെയറിൻ്റെ ഒരു കഷ്ണം വില ബിറ്റ് കോയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പോൾ അതിന് വേറൊരു വകഭേദമുള്ളത് സ്റ്റേബിൾ കോയിൻ എന്ന് പറയും. സ്റ്റേബിൾ കോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറുതെ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതല്ല, ഒരു സ്റ്റേബിൾ കോയിൻ്റെ പുറകിൽ ഒരു ബോണ്ട് കാണും. അങ്ങനെയാണ് അവർ പ്രത്യേകം. അപ്പോൾ ദേഫോ സ്റ്റേബിളായിട്ട് ആ ബോണ്ടിൻ്റെ വില പ്രകാരം അത് പോകും. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ കടത്തിനേക്കാട്ടിലും കൂടുതൽ കടം ആദ്യം പിന്നെ ഇഷ്യൂ ചെയ്യാം, പക്ഷേ സ്റ്റേബിൾ കോയിൻ്റെ റിസർവ്സ് ഒരു സൈഡിൽ ഉണ്ടാക്കാം. ട്രംപിന്റെ ഫാമിലിക്ക് തന്നെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉള്ള ഒരു അത് അവർക്ക് നമ്മളിപ്പോൾ ഒരു എയർപോർട്ട് വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ചില മറ്റേ ശക്തമായിട്ടുള്ള ആൾക്കാർ അടുത്തുള്ള സ്ഥലം മേടിക്കുന്ന മാതിരി ചെയ്യുന്ന പണിയാണ്. എന്ന് പറഞ്ഞ മാതിരി സ്റ്റേബിൾ കോയിനിൽ ട്രംപിന്റെ പേരിൽ ഒരെണ്ണം ഇറക്കി പാകിസ്ഥാൻ പോലത്തെ ഒരു കൺട്രി കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചു. അതുകൊണ്ടാണ് അവർ ഈ ട്രംപിന് പേഴ്സണലായിട്ട് ഫ്രീസ് പ്രൈസ് വേണമെന്നും അവർ വൃത്തികേടും കൊണ്ട് അവർ ചെയ്തതാണ്. കാരണം പുള്ളി ഡീലിന്റെ ആളാണല്ലോ, അപ്പൊ അങ്ങനെ ചെയ്തതാണ്. അപ്പൊ അപ്പാരന്റ്ലി ദേ ഓൾറെഡി മെയ്ഡ് $1.5 ബില്യൺ വർത്ത് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നു. ഇതൊക്കെ വെരിഫൈ ചെയ്യണം, എനിക്ക് അറിഞ്ഞൂടാ, ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ദ പോയിന്റ് ഇസ് ഈ കളി ചെറിയ കളിയല്ല. $37.4 ട്രില്യൺ കടം ഇരിക്കെ വേറൊരു പുതിയ പദ്ധതി ഇറക്കിയിട്ട് വേറെ കുറേ കൂടി സ്റ്റേബിൾ കോയിൻസ് ഇഷ്യൂ ചെയ്യുന്നു. അതിനനുസരിച്ച് ഡിമാൻഡ് ഫോർ ബോണ്ട്സ് വരുന്നു, ഷിഫ്റ്റിംഗ് നടക്കുമായിരിക്കും. ഇത് കഴിഞ്ഞിട്ട് പറയുന്നത് എന്താ, ഫ്യൂച്ചറിൽ ഇതൊക്കെ ഇങ്ങനെ അന്തോ ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ പോവുകയല്ല. അപ്പോൾ എവിടെയെങ്കിലും വെച്ച് ഇവരും ചിലപ്പോൾ പറയാം ഇനി മുതൽ സ്റ്റേബിൾ കോയിൻ്റെ വില നമ്മൾ 50% ആയിട്ട് കുറച്ചിരിക്കുന്നു. എൻ്റെ അർത്ഥം എന്താ, ബോണ്ട് മേടിച്ചവരുടെ ഒക്കെ ആസ്തി 50% കുറയും. അപ്പോൾ ചുരുക്കം പറയണമെങ്കിൽ ഈ അമേരിക്ക കടം മേടിച്ചവരുടെ കയ്യിൽ കാണിക്കുന്ന ആ കടപ്പത്രത്തിൻ്റെ വില പകുതിയായിട്ട് കുറയും. ഇതാണ് ഫ്യൂച്ചറിൽ ഉണ്ടാവുന്നത്. ഇതൊക്കെ ഹ്യൂജ് പ്രോബ്ലംസിലേക്ക് വരാവുന്ന ഒരു കാര്യമാണ്. ആൻഡ് അപ്പാരൻ്റ്ലി ഹീസ് സിറ്റിംഗ് കംഫർട്ടബിൾ ബിക്കോസ് ഇങ്ങനത്തെ പ്ലാനൊക്കെ ഉള്ളതുകൊണ്ടാണ്. ഇതിനു മുമ്പ് ഇപ്പോൾ ലൈക്ക് നിക്സൺ സെഡ് ഇനി മുതൽ ഞങ്ങൾ ഗോൾഡ് വെക്കുന്നില്ല, അത് അംഗീകരിച്ചു. പണ്ട് $22 അല്ല, എന്നാലും നിവൃത്തികേടും കൊണ്ട് പലരും എഗ്രി ചെയ്ത് പോകും. ഇപ്പോൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ വലിയ എൻറ്റിറ്റീസിന് കടം. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരു എക്സാമ്പിൾ, ഞാൻ നല്ലൊരു എക്സാമ്പിൾ പറയാം. യൂണിറ്റ് 64 ഒരുപാട് തരികട കാണിച്ചിട്ട് ഒരിടയ്ക്ക് അവർ പെട്ടെന്ന് അനൗൺസ് ചെയ്തു യൂണിറ്റ് 64 വിൽക്കുന്നതും മേടിക്കുന്നത് 14 ലക്ഷം രൂപയ്ക്കാണെന്ന് പറഞ്ഞു. പക്ഷെ അതിൻ്റെ റിയൽ ആസ്തി 7 രൂപ. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞു ഞങ്ങളത് 7 രൂപയാക്കി. പകുതിയായി. അതിന്റെ പോലെ അത് എല്ലാ പല സ്ഥലത്തും ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു ഷോക്ക് ഉണ്ടാവും. ഷോക്കിന്റെ ഇടയിൽ ആരൊക്കെ എന്തൊക്കെ പെട്ടുപോകുന്നുള്ളത് സംഭവം വേറെ. പക്ഷെ ഇതൊക്കെ വരാൻ പോകുന്ന പ്രശ്നങ്ങളാണ്, നമ്മളത് അറിഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ ഗോൾഡ് ഇപ്പോൾ കയറാന്ന് ആൻസറിങ് യുവർ ഏർലിയർ ക്വസ്റ്റ്യൻ, ഈ ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കുമ്പോൾ ഗോൾഡ് പ്യൂർലി സ്പെക്കുലേറ്റീവ് പവറിന്റെ പുറത്ത് കയറുകയാണ്. ഇനി ഡോളർ ഡിവാലുവേഷൻ വരുമ്പോൾ ഗോൾഡ് കയറി തിരിച്ചിറങ്ങുമോ, അത് പിന്നെയും കയറിക്കൊണ്ടിരിക്കുമെന്നൊക്കെ അറിയണം. ആൾക്കാർ അസ്യൂം ചെയ്യണത് ഇങ്ങനെ ഡോളർ $10,000 $15,000 ആയി കഴിഞ്ഞാൽ ഇത്രയും കയറില്ല എന്ന് പറയുമ്പോൾ ഡോളർ അതിനനുസരിച്ച് ഡിപ്രീഷിയേറ്റിംഗ് ആണ് സെറ്റ് ഓഫ് ചെയ്ത് പോകും. സോ യു ഹാവ് ടു ബി കെയർഫുൾ. ഐ മീൻ അത് ഗോൾഡ് മേടിക്കാൻ, കാരണം പ്രശ്നം വരുമ്പോൾ ഡോളറിന് വിശ്വാസമില്ല. അതുകൊണ്ടാണ് മറ്റേ ക്രിപ്റ്റോ കറൻസി ബാക്കിയുള്ള സാധനങ്ങളുടെ വിലയ്ക്ക് കയറുന്നത്, റിയൽ അസറ്റ്സ്. മനസ്സിലായില്ലേ? സോ വാട്ട് വി ഹാവ് ടു ബി കെയർഫുൾ ഇസ് ആ പ്രോസസ്സിൽ നമ്മൾ കയറി വിശ്വസിക്കാൻ പറ്റാത്തൊരു വിലയിൽ കയറി ഇത് മേടിച്ചിട്ട് ചെയ്യണമെന്നുള്ളത് ചിന്തിക്കണം. കാരണം അങ്ങനെയാണെങ്കിൽ ഒടുക്കത്തെ നഷ്ടം വരാം.